വിഷയത്തിൽ ഇടപെടൂല. ഖുർആൻ ഒരാൾക്കെതിരെ സാക്ഷി നിന്നാൽ അയാളുടെ കാര്യം കഷ്ടം തന്നെയാണ്. കഞ്ചാവ് നിർത്തേണ്ടവർക്ക് നിർത്താനുള്ള സമയമായി, കള്ളുകുടി നിർത്തേണ്ടവർക്ക് നിർത്താനുള്ള സമയമായി, മയക്കുമരുന്ന് നിർത്തേണ്ടവർക്ക് നിർത്താനുള്ള സമയമായി. നാളെ ആഖിറത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആഖിറമില്ല എന്ന വിശ്വാസമാണെങ്കിൽ, അങ്ങനെ ചില രാഷ്ട്രീയ പാർട്ടികൾ, ചില നിരീശ്വരവാദികൾ നമ്മുടെ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും ചില വേണ്ടാത്ത ചിന്തകൾ ഇങ്ങനെ ഇൻജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റബ്ബില്ല, ഇങ്ങനൊരു മതമില്ല, ഇതൊക്കെ മൗലവിമാര് തട്ടിവിടുന്ന പച്ച നുണകളാണ്, കല്ല് വെച്ച നുണകളാണ്, ഇങ്ങനെ ഉസ്താദുമാര് പറഞ്ഞത് കേൾക്കണ്ട എന്നൊക്കെ പറഞ്ഞ് മുസ്ലിം ചെറുപ്പക്കാരികളെ നിരീശ്വരവാദത്തിലേക്ക് കൊണ്ടുപോകുന്ന പ്രസ്ഥാനങ്ങളുണ്ട്. രക്ഷിതാക്കളെ സൂക്ഷിക്കണേ. പഠിപ്പിക്കാൻ വിടുന്ന ക്യാമ്പസുകള്, അവിടെ നിന്നാണ് ആഭാസങ്ങൾ പഠിക്കുന്നത്, അവിടെ നിന്നാണ് തോന്നിവാസങ്ങൾ പഠിക്കുന്നത്, അവിടുത്തെ ചങ്ങാതിമാരിൽ നിന്നാണ് കോപ്രാട്ടിത്തരങ്ങൾ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് എവിടെ പഠിപ്പിക്കണം, എങ്ങനെ പഠിപ്പിക്കണം, ഏത് സാഹചര്യത്തിൽ പഠിപ്പിക്കണമെന്ന് ആലോചിക്കേണ്ടത് രക്ഷിതാക്കളായ നമ്മളാണ്. നമ്മുടെ മക്കൾ നമ്മുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ അല്ലാഹുവേ നമ്മുടെ മക്കളെ നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ സാലിഹീങ്ങളായ മക്കളാക്കണേ അല്ലാ. ഇന്നടക്കം ഒരു സുഹൃത്ത് പറഞ്ഞു, 3 മക്കളാണ് എനിക്കുള്ളത്, ഈ മക്കളെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുമോ എന്നറിയില്ല. എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ തിന്മയുടെ ആഭാസങ്ങളുടെ തോന്നിവാസങ്ങൾ പ്രചാരം നേടിയ സാഹചര്യത്തിൽ എന്റെ മക്കള് ഞാൻ പറഞ്ഞത് കേൾക്കുമോ എന്നെനിക്കറിയൂല, ഞാൻ പറഞ്ഞതനുസരിക്കുമോ എന്നറിയൂല. ഉസ്താദേ, ഏതെങ്കിലും ഒരു സ്ഥാപനമുണ്ടോ? ദാറുൽ ഹുദയിൽ ചേർക്കാൻ എത്ര വയസ്സാണ്? വാഫി കോളേജിൽ ചേർക്കാൻ എത്ര വയസ്സാണ്? അവിടെ കൊണ്ടുപോയി എന്റെ മക്കളെ ഏൽപ്പിച്ചാൽ 12 വർഷം എനിക്ക് ടെൻഷൻ ഇല്ലല്ലോ. അവിടെ അള്ളാഹുവിനെ പേടിക്കുന്ന നല്ലൊരു മകനായി എന്റെ മകനെ വളർത്താൻ എനിക്ക് കഴിയുമല്ലോ.